ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂർ ശിവലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലേക്കും ചാരുമോടി ശിവലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ 3 പേരുടേതാണ്. 3-ൽ 2 പേർക്ക് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിനും, ഒരാൾക്ക് റൂട്ടച്ച് വിത്ത് കെരാറ്റിനുമാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ ഹെയർ നേരത്തെ ഒന്ന് വോളിയമൈസിങ് ചെയ്ത് പിന്നെ അത് കഴിഞ്ഞ് സ്മൂത്തനിങ് ചെയ്ത് ഒക്കെ ഹെയർ നല്ല ഡാമേജ് ആയിട്ടുള്ളൊരു ഹെയറായിരുന്നു. അപ്പോൾ ഈ ഹെയറിനകത്ത് നമ്മൾ അപ്പോൾ എൻ്റെ ഭാഗത്ത് ചെറിയ വേവി വേണമെന്ന് പറഞ്ഞു. ചെറുതായിട്ട് കിട്ടത്തുള്ളൂ, നല്ല ഒരു കെൽസ് കിട്ടത്തില്ല, നമുക്ക് ചെറുതായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മൾ ഫേസിന് ചേരുന്ന രീതി കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഹെയർ രാത്രി കിടക്കുമ്പോൾ നമ്മൾ കെട്ടി വെച്ചുകൊണ്ട് കിടക്കണം, പിന്നെ രാവിലെ അഴിച്ചിടാൻ ഒരു കുഴപ്പമില്ല. പക്ഷേ എപ്പോൾ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് കെട്ടി വെച്ചിട്ട് കിടന്നേ ഉറങ്ങാവൂ. അത് കെട്ടുന്ന രീതിയൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്, അതേ രീതിയിൽ. അപ്പോൾ രണ്ടാമത്തെ ഹെയർ എൻ്റെ അടുത്ത് 1 വർഷം ആയി വന്ന് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്തതാണ് കുട്ടി. ഇപ്പോൾ ഇത് റൂട്ടച്ചും പിന്നെ കെരാറ്റിനും കൂടാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ കാണിക്കുന്നത് റൂട്ടച്ചിൻ്റെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കാരണം നമ്മുടെ അടുത്തുനിന്ന് ചെയ്തിട്ട് പോയ ഹെയർ പിന്നെ കിളിർത്ത് വരുമ്പോൾ ഏത് രീതിയിലാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കാണിച്ചു തരുന്നത്. കാരണം 1 വർഷത്തിന് മുമ്പ് കുട്ടിയുടെ ഹെയർ നല്ല കേൾസുള്ള ഹെയറുമാണ്. അന്ന് ഞാൻ കുട്ടിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല കേൾസുള്ള ഹെയറുമായിരുന്നു, നല്ല ഫ്രിസി ആയിട്ടുള്ള ഹെയർ ആയിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്ത ഹെയർ അതേ രീതിയിൽ തന്നെയാണ് 1 വർഷമായിട്ടും അതിനൊരു കുഴപ്പമില്ല, അങ്ങനെ തന്നെ ഉണ്ട്. പിന്നെ മുകളിൽ നിന്ന് കിളിർത്ത് വന്നിട്ടുള്ള ഹെയർ മാത്രം നമ്മൾ റൂട്ട് ടച്ച് ചെയ്തുകൊണ്ട് കെരാറ്റിനും കൂടെ ഇപ്പോൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. കാരണം ഒന്നുകൂടെ നല്ല പ്രൊട്ടക്ഷൻ കിട്ടും, ഹെയറിന് പൊട്ടിപ്പോകത്തില്ല, അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം 1 വർഷമായപ്പോഴത്തേക്ക് നമ്മൾ കെരാറ്റിനും കൂടെ ചെയ്തത്. മൂന്നാമത്തെ ഹെയർ 1 വർഷം മുമ്പ് എൻ്റെ അടുത്ത് കെരാറ്റിൻ ചെയ്തതാണ് ഈ കുട്ടി. അന്ന് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വേണ്ട, കെരാറ്റിൻ മാത്രം മതിയെന്ന് പറഞ്ഞു. അതുകൊണ്ട് കെരാറ്റിൻ മാത്രമാണ് നമ്മൾ ചെയ്ത് കൊടുത്തത്. അന്ന് എന്നോട് പറഞ്ഞ് കേൾസ് മാറണ്ട, എൻ്റെ ഹെയർ എങ്ങനെയാണോ ആ സ്ട്രക്ചർ തന്നെ മതി, അതിൽ വ്യത്യാസം വരണ്ട എന്ന് പറഞ്ഞു. അതുകൊണ്ട് അന്ന് അങ്ങനെ ചെയ്ത് കൊടുത്ത കെരാറ്റിൻ. അന്ന് നല്ല കേൾസുള്ള ഹെയറുമായിരുന്നു, ഫ്രിസി ആയിരുന്നു ഹെയർ. അപ്പോൾ ഇപ്പോൾ ആ ഹെയറിനെ ആ കേൾസ് ഒരു 50% കേൾസ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫ്രിസി ആയിട്ടുള്ളതൊന്നുമില്ല, നല്ല ഹെയർ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇപ്പോഴും. അതുകൊണ്ടാണ് ഇപ്പം പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, നല്ലതായിട്ട് ഷോർട്ടാക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇനി അടുത്ത വർഷമേ കുട്ടി വരത്തുള്ളൂ, ആ സമയത്ത് നമുക്ക് റൂട്ട് ടച്ചും കെരാറ്റിനും കൂടെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ നല്ല ഡാമേജ് ആയിട്ടുള്ള ഹെയർ ആണെങ്കിലും, നമ്മളിപ്പോൾ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്യുന്ന ഹെയർ ആണെങ്കിൽ അത് വർഷത്തിൽ 1 പ്രാവശ്യമെങ്കിലും നമ്മൾ കെരാറ്റിൻ ചെയ്ത് കൊടുക്കണം. അപ്പം അതല്ല 6 മാസമൊക്കെ ആകുമ്പോൾ റൂട്ട് ടച്ച് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ പ്രാവശ്യം 6 മാസം കഴിയുമ്പോൾ നമ്മൾ റൂട്ട് ടച്ചിൻ്റെ കൂടെ കെരാറ്റിനും കൂടെ ചെയ്യണം. അത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ പെട്ടെന്ന് ഡാമേജ് ആകും. കാരണം ഡാമേജ് ആകുമെന്ന് പറഞ്ഞാൽ നല്ല കെയറിങ് നന്നായിട്ട് നല്ല കിട്ടണം ഹെയറിന്. കെയറിങ് എന്ന് പറയുമ്പോൾ മാസത്തിലൊരു പ്രോട്ടീനോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഹെയർ പാക്കോ, അതുപോലെ നമ്മൾ സ്കൂട്ടറിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഹെയർ അഴിച്ചിട്ടുണ്ടാകുമെങ്കിൽ നമ്മുടെ ഹെയർ ഡാമേജ് ആവും. അങ്ങനെയൊക്കെ പോകുമ്പോൾ ഡാമേജ് ആകാൻ സാധ്യത കൂടിയില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മൾ ഇപ്പം 6 മാസമോ അല്ലെങ്കിൽ വർഷത്തിൽ 1 പ്രാവശ്യമെങ്കിലും നമ്മളൊരു കെരാറ്റിനും കൂടെ നമ്മുടെ ഹെയറിന് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ നമുക്ക് 3 പേരുടെ ഹെയർ ചെയ്തിരിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഹെയർ. നല്ല ഡാമേജ് ആയിട്ടുള്ള ഹെയറാണത്. നല്ല വെച്ചാൽ അതിനകത്ത് സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ട്, വോളിയമൈസിങ് ചെയ്തിട്ടുണ്ട്, ഹൈലൈറ്റ് ഒക്കെ ചെയ്ത് നല്ല ഡാമേജ് ആയിട്ടുള്ള ഹെയറാണ്. അപ്പോൾ ഇത് നമ്മൾ ഫേസിന് ചേരുന്ന രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ലെങ്ത് കുറച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഹെയർ. ഇനി ഇത് അഴിച്ചിട്ടുകൊണ്ട് നടക്കുകയും കെട്ടി വെക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ രാത്രി കിടക്കാൻ നേരം ഈ ഹെയർ കെട്ടി വെച്ചിട്ട് കിടക്കണം, എന്നാലേ നമുക്ക് ഈ കേൾസ് ഇങ്ങനെ തന്നെ കിട്ടത്തുള്ളൂ. അപ്പം എൻഡിന് മാത്രം നന്നായിട്ട് ഹെയർ സിറം അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇത് ഷാമ്പു വാഷ് ചെയ്ത് ഒക്കെ കഴിയുമ്പോൾ. എന്നിട്ട് നമ്മുടെ ആ ഹെയർ പാക്ക് ഇടണം. അലോവേര ജെല്ല്, എഗ് വൈറ്റ്, വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ, ഇത്രയും ആ പാക്ക് ആഴ്ചയിൽ 1 ദിവസം ഇടുന്നത് ഏറ്റവും നല്ലതാണ്. ഇത് രണ്ടാമത്തെ ഹെയർ. ഈ ഹെയർ 1 വർഷം മുമ്പാണ് നമ്മുടെ അടുത്ത് വന്ന് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്തത്. അന്ന് നല്ല കേൾസുള്ള ഹെയർ ആയിരുന്നു, നല്ല ഡ്രൈനെസ്സും ഉണ്ടായിരുന്നു, ഫ്രിസി ആയിരുന്നു ഹെയർ. പക്ഷെ ഇപ്പോൾ അത്രയും കേൾസ് ഇല്ലാതെ കുട്ടിക്ക് ഹെയർ കിളിക്കുന്നതും. അതുപോലെ അന്ന് ചെയ്ത അതേ രീതിയിൽ തന്നെ നിൽക്കുക ഇപ്പോഴും. ഈ ഹെയറിന് നമ്മൾ ചെയ്ത് വിട്ട ഹെയറിന് ഒരു കുഴപ്പമില്ല. അപ്പോൾ ഒരുപാട് ലെങ്ത് കുറയ്ക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് മാത്രമേ ഒന്ന് ലെങ്ത് കുറച്ചുള്ളൂ. എല്ലാ ഹെയറിൻ്റെയും എൻ്റെ മാത്രം ചെറുതായിട്ടൊന്ന് ഷോർട്ടാക്കിയിട്ടുണ്ട്. അത് നമ്മൾ അന്ന് കട്ട് ചെയ്ത ആ രീതിയിൽ തന്നെ നമ്മൾ ഇപ്പോഴും കട്ട് ചെയ്തിരിക്കുന്നത്.
അത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഹെയർ നല്ലൊരു ഹെയറായിട്ട് കിട്ടി. ഇതിനി 1 വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇനിയും റൂട്ട് ടച്ച് ചെയ്യുന്ന സമയത്ത് കെരാറ്റിൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഹെയർ ഈ രീതിയിൽ തന്നെ താഴോട്ട് കിളിർത്ത് വന്നുകൊണ്ടിരുന്നോളൂ. അപ്പോൾ ലെങ്ത് കുറയ്ക്കേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മുടെ ക്രൗൺ ഏരിയയ്ക്കും കുറച്ച് ലെങ്ത് കൂടുതൽ തോന്നിക്കുന്നത്, കൂടുതൽ ഷോർട്ടാക്കണ്ടെന്ന് പറഞ്ഞ് കെട്ടി വെച്ചുകൊണ്ട് നടക്കാനും ഇഷ്ടമുള്ള കൂട്ടത്തിൽ. ഇത് മൂന്നാമത്തെ ഹെയർ. 1 വർഷം മുമ്പ് നമ്മുടെ അടുത്ത് വന്ന് കെരാറ്റിൻ മാത്രം ചെയ്തതാണ്. അപ്പോൾ നല്ല ഡ്രൈനെസ്സും ഫ്രിസി ആയിട്ടുള്ള ഹെയർ ആയിരുന്നു. അപ്പോൾ അതൊക്കെ മാറി നല്ലൊരു ഹെയറായിട്ട് കിട്ടി. കേൾസ് ഒരുപാട് കുറഞ്ഞിട്ടില്ല. ഇതിൽ നല്ല കേൾസ് ഉണ്ടായിരുന്നു. അതിൻ്റെ നേരെ പകുതി കേൾസും കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളതുകൊണ്ട് ഇപ്പോൾ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്തിരിക്കുകയാണ്. നല്ലതായിട്ട് ഷോർട്ടാക്കിയിട്ടുണ്ട്. അഴിച്ചിട്ടുകൊണ്ട് നടക്കാനായത് ഭംഗി. അത്യാവശ്യം കെട്ടിയും വെക്കാൻ കുഴപ്പമില്ല. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഗുരുവായൂർ ശിവലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലുള്ളത് ഞായറും തിങ്കളുമാണ്. പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഞായറും തിങ്കളും ഗുരുവായൂർ ശിവലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിൽ എത്തുന്നത്. ചൊവ്വ മുതൽ ശനി വരെ ഞാൻ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനും അടൂരിനും ഇടയ്ക്കാണ് ചാരുമൂട്. ഞാൻ ചാരുമൂട്ടിലാണ് ചൊവ്വ മുതൽ ശനി വരെ. ഞായറും തിങ്കളും ഗുരുവായൂർ ശിവലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിൽ. അപ്പോൾ എല്ലാവരും വിളിക്കുക, ബുക്ക് ചെയ്യുക. സ്കിന്നിൻ്റെ ഹെയറിൻ്റെ എല്ലാ ട്രീറ്റ്മെൻറ്റുകളും ഇവിടെ ചെയ്യുന്നുണ്ട്. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.